Good morning, dear students. Today we are going to learn the subject financial management, and today we are going to discuss some practical problems on cost of capital. Okay, so let's discuss the first problem. First problem is a 5-year rupees 100 debenture. Okay, sold for a rupees 96.5. And the coupon rate or interest rate is 14% per annum, and debenture is redeemed at 5% premium, and tax rate is 40%. We have to calculate the after tax cost of debenture. Okay, after tax cost of debenture. So ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5 year it is mentioned, the year is mentioned. Okay, so it is a redeemable debenture. Okay, so it is a redeemable debt. It is a redeemable debt because year is mentioned, so it is to be redeemed after 5 years. Okay, so redeemable debt, the formula is KD equal to I plus 1 by n into RV minus NP divided by half RV plus NP. Okay, so I means the interest rate. So first we can calculate the before tax cost of debt and after tax cost of debt. Okay, so I equal to 14%. 14% of 100 is equal to 14 itself. Then 1 by n. N is here the 5 years. So 1 by 5 into RV. RV is redeemable value or repayable value is 5% premium. So 100 into 5 by 100 equal to 1 of 5 itself. So 105 is the redeemable value minus NP. NP is the value issue price. Okay, so it is 96.5 divided by half RV plus NP. Okay, so half 105 plus 96.5. Okay, so അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 15.58%. നെക്സ്റ്റ് can കാൽക്കുലേറ്റ് ദ ആഫ്റ്റർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ I ഇൻറ്റു 1 മൈനസ് ടി എന്നുള്ളത് കൂടെ അവിടെ വരും. അപ്പോൾ 14 ഇൻറ്റു 1 മൈനസ് ടി. ടി ഈസ് 40%. സോ 40 by 100 ഈക്വൽ ടു 0.4 പ്ലസ് സെയിം തന്നെ 1 by 5 ഇൻറ്റു 105 മൈനസ് 96.5 ഡിവൈഡഡ് ബൈ ഹാഫ് 105 പ്ലസ് 96.5. ഓക്കെ, സോ 10.25 നമുക്ക് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം. എക്സ് ലിമിറ്റഡ് മെയിൻറ്റെയിൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് 9% ഫോർ നെക്സ്റ്റ് 4 years. എക്സ് ലിമിറ്റഡ് നെക്സ്റ്റ് 4 yearsൽ 9% ആണ് ഗ്രോത്ത് റേറ്റ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 4 yearsനാണ്, ഈ കമ്മിങ് 4 yearsന് ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 9%. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്തായി മാറും? 7% ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് 3.5. ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 16% ആണ്. സോ ഇവിടെ വുഡ് യു അഡ്വൈസ് ടു ബൈ ദ ഷെയർ അറ്റ് 50? 50 രൂപയ്ക്ക് നമ്മൾ ആ ഷെയർ പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രോത്ത് റേറ്റ് നമുക്കിവിടെ എപ്പോഴാണ് ചേഞ്ച് ചെയ്യണത്? 5th ഇയറിലാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ 4th ഇയർ എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 4 ഇയേഴ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവിഡൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇപ്പോഴത്തെ ഡിവിഡൻറ്റ് എത്രയാണ്, 3.5. ഇനി നെക്സ്റ്റ് 9% ഗ്രോത്ത് റേറ്റ് ആണ്. സോ 3.5 ഇൻറ്റു 9/100 പ്ലസ് 3.5, അപ്പോൾ 3.81. ഇനി വീണ്ടും സെക്കൻഡ് ഇയറിലും 9% ആണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഇയറിൻ്റെയും 9% ആഡ് ചെയ്തിട്ട് അപ് ടു 4th ഇയർ നമ്മൾ എഴുതുന്നു. എന്നിട്ട് പ്രസൻറ്റ് വാല്യൂ ടേബിൾ 1ൽ 16% നമ്മൾ പി വി ഫാക്ടർ എടുത്തെഴുതുന്നു. ഓക്കെ, ദ ഇയർ 1 0.862, ഇയർ 2 0.7543, ഇയർ 3 0.641 ആൻഡ് ഇയർ 4 0.552. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിവിഡൻറ്റിനായിട്ട് ഈ പി വി ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ നമുക്ക് 4th ഇയർ വരെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി 5th ഇയറിൽ എന്താ പറയുന്നത്, ഗ്രോത്ത് റേറ്റ് 7% ആവുമെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ 5th ഇയറിലെ ഡിവിഡൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 4th ഇയർ എന്ന് പറയുന്നത് 4.92 ആണ്. ഇൻറ്റു 5th ഇയർ ഇറ്റ് ഈസ് growth rate is 7%, so into 7% plus 4.92, so 5.26 കിട്ടി നമുക്ക്. ഇതാണ് 5th ഇയറിലെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ 4th ഇയർ, അതല്ലേ 5th ഇയറിലെ മാർക്കറ്റ് പ്രൈസ് വരിക എന്താണ്, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് December 31st എന്താണോ മാർക്കറ്റ് പ്രൈസ് അതുതന്നെ ആയിരിക്കും എന്ത് January 1st ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ 4th ഇയർ ഇസ് ദ ഈക്വൽ ടു D5 ഡിവൈഡഡ് ബൈ KE മൈനസ് G. D5 എന്ന് പറയുന്നത് 5th ഇയറിലെ ഡിവിഡൻറ്റ്. 5th ഇയറിലെ ഡിവിഡൻറ്റ് ഈസ് 5.26 ഡിവൈഡഡ് ബൈ 16. KE ഈസ് 16% ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ question directly, then minus G is the growth rate is in the 5th year it is 7%. Okay, so 58.44 is the market price, and the market price at the end of the 4th year, market price at the end of the 4th year നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പി വി ഫാക്ടർ അറ്റ് ദ 4th ഇയർ നമ്മൾ എടുക്കുന്നു, ഇൻറ്റു പി വി ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 32.25 കിട്ടും. ഓക്കെ, ഇനി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ 32 ഈ ആദ്യം നമ്മൾ ഓരോ വർഷത്തെയും നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടിട്ടുണ്ടല്ലേ, അതും പിന്നെ ഈ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്, നമുക്ക് 44.21 ആണ് കിട്ടുന്നത്. നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഒരു 50 റുപ്പീസിനാണ്. സോ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കമ്പനീസ് contemplating to declare dividend of 20.15 next year, 20.15 next year. നെക്സ്റ്റ് ഇയറിൽ കമ്പനി ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് കൊടുക്കാൻ 20.15. and the company shows growth rate of 6% growth rate ആണ്. Market prices given as rupees 125 per share. Find out the cost of equity and find the price of the share at the end of the year 2. അപ്പോൾ നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ എന്താണ്, E ഈക്വൽ ടു D/MP ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 20.15 ഡിവൈഡഡ് ബൈ MP. Market price is also directly given in the question, that is rupees 125. Okay, so divided by rupees 125 into 100 plus ഇവിടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6% plus 6%, അപ്പോൾ നമുക്ക് 22.1% കിട്ടും. ആൻഡ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2nd ഇയർ, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2nd ഇയർ എന്ന് പറഞ്ഞാൽ
ഈക്വൽ ടു എത്രയാണ് തേർഡ് ഇയറിലെ ഡിവിഡൻറ്റ് നമ്മൾ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. തേർഡ് ഇയറിലെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് 6% ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഡിവിഡൻറ്റ് എത്രയാണ്? ഫസ്റ്റ് ഇയറിൽ 20.15, ഇനി രണ്ടാമത്തെ ഇയറിൽ 20.15 പ്ലസ് 6% ഓഫ് 20.15, ഇനി മൂന്നാമത്തെ ഇയറിൽ എത്രയാണ്? ആ സെക്കൻഡ് ഇയറിൻ്റെ പ്ലസ് 6% ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 വർഷത്തെയും കിട്ടിയല്ലേ. ഈ മൂന്നാമത്തെ വർഷത്തത് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് 22.64 ഡിവൈഡഡ് ബൈ കെ. ഈ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 22.1 മൈനസ് ഗ്രോത്ത് റേറ്റ് 6%. സോ നമ്മുടെ ആൻസർ ഇസ് 140.62. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, ടാക്സ്, equity share capital, reserves and surplus debentures. Okay, the market price of equity share is ₹12. What is the earning per share? EPS ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏർണിംഗ് പെർ ഷെയർ ആൻഡ് വാട്ട് സിറ്റ് ഹി ആൻഡ് വാട്ട് ഈസ് ദ എന്നാണ് കേട്ടോ. വാട്ട് സിറ്റ് ഹി എന്നല്ല, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഫണ്ട്സ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? EPS അല്ലേ. ഇപ്പോൾ EPS കാൽക്കുലേറ്റ് ചെയ്യണം, ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ ഏർണിങ്സ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എത്രയാണ്? പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 36 ആണ്. 36 ആണ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? എത്രയാണ്? 200 crore ആണ് എന്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹10 ഈച്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 20 crore ആണ് എന്തുള്ളത്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. 36 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 1.80. ഓക്കെ, മനസ്സിലായോ? പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് EPS എന്ന് പറഞ്ഞാൽ എന്താ? ഏർണിംഗ് പെർ ഷെയർ. ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ഏർണിങ്സ് എത്രയാണ്? അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി അടുത്തതാണ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഫണ്ട്സ്. എത്രയാണ് കോസ്റ്റ്? അപ്പോൾ KD ഈക്വൽ ടു I/NP × 100 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇസ് 33 crore. ഇപ്പോൾ 33 ഡിവൈഡഡ് ബൈ സോ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ലെസ് ടാക്സ് ഡിബെഞ്ചേഴ്സ് ഇസ് 33 ലെസ് ടാക്സസ് ഇൻകം ടാക്സസ് 50%. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ 72 ആയിരുന്നു. 72ൻ്റെ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. അപ്പോൾ 72ൻ്റെ നേർ പകുതിയാണ് 36 അല്ലേ. അപ്പോൾ ടാക്സസ് 50%. സോ ലെസ് ടാക്സ് 33യിൽ നിന്നും 16.5 ഹാഫ് നമ്മൾ ലെസ് ചെയ്യുന്നു. സോ 16.5 ഇസ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ 16.5 ഡിവൈഡഡ് ബൈ NP. NP is the issue price. Issue price is 50 debentures of ₹100 each അല്ലേ. അപ്പോൾ അത് എത്രയാണ്? 200 220. അപ്പോൾ 220 ഇപ്പോൾ 16.5 ഡിവൈഡഡ് ബൈ 220 × 100 ദാറ്റ് ഈസ് 7.5%. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ
എന്താണ് ഇവിടെ നമുക്ക് EPS ഡിവൈഡഡ് ബൈ MP. EPS എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എത്രയാണ് 1.8 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ഇസ് ഹിയർ. It is given in the question that market price of equity share is rupees 12. So 1.8 divided by 12 into 100, so 15%. That is the cost of equity capital. ഓക്കെ ഹിയർ ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഫോർമുല എന്താണ് D/MP × 100 അല്ലേ. ഇവിടെ നമ്മൾ എന്താ നോക്കിയത് EPS by MP. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതിനനുസരിച്ച് നമ്മൾ ഫോർമുല എടുക്കാം. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മിനി ലിമിറ്റഡ് നീഡ്സ് 5 lakh ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. 5 ലക്ഷം ആവശ്യമുണ്ട്. And expected earning rate of return is 10% on investment, and management of the company is considering finance this amount by retaining the profit. അപ്പോൾ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് 5 lakh. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് on average are in 60% tax bracket. If the shareholders receive reinvest their dividend, they will earn 12% on the new investment, but they have to incur 27% brokerage out of the purchase of new securities. So what is your recommendation on the management keeping in view the shareholders? Okay. അപ്പോൾ ഇവിടെ നമ്മളെന്താ ഇവർക്ക് 5 lakh ആവശ്യമുണ്ട്. 5 lakh ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ഇവിടെ ഇവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അവിടെ ബ്രോക്കറേജ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് KR equal to K into 1 minus R into 1 minus K into 1 minus T into 1 minus B. T എന്ന് പറഞ്ഞാൽ എന്താ റേറ്റ് ഓഫ് ടാക്സ് ആണ്. B എന്ന് പറഞ്ഞാൽ എന്താ ബ്രോക്കറേജ് കോസ്റ്റ് ആണ്. അപ്പോൾ KE നമുക്ക് ഓൾറെഡി ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്രയാണ് 12% ഇൻറ്റു T ടാക്സസ് എത്രയാണ് ടാക്സ് റേറ്റ് 60%. സോ 1 മൈനസ് 60 by 100 equal to 0.6 into 1 minus B. B is brokerage cost. So here it is 2%. Okay. So 2 by 100 equal to 0.02. Okay. So here is the solution. 12% into 1 minus 0.6 into 1 minus 0.02. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി 4.70. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് 4.70. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 4.70 ആണ്. ഇനി എമൗണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 100%. ഓക്കെ. സോ ഫേം എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഡിവിഡൻഡ്, പകരം എന്ത് ചെയ്യുന്നു, ആ ഡിവിഡൻഡ് ഇവിടെ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് പ്രോബ്ലം എക്സ് ലിമിറ്റഡിന് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ്, എക്വിറ്റി ഷെയർസ്,
റീറ്റെയിൻഡ് ഏർണിങ്സും ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂയും കാണണം, മാർക്കറ്റ് വാല്യൂയും കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ബുക്ക് വാല്യൂ വെച്ചിട്ട് കാണുക. ബുക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ, ദെൻ ബുക്ക് വാല്യൂ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നടന്നിട്ടുള്ള ബുക്ക് വാല്യൂ എടുത്ത് എഴുതുക. എന്നിട്ട് ആ സ്പെസിഫിക് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വെയിറ്റ് എങ്ങനെയാണ്, ടോട്ടൽ 7,50,000 ആണ് അല്ലേ. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ ഓരോന്നിൻ്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഓരോന്നിൻ്റെയും വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അങ്ങനെയാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 20%. 3,00,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100, സോ 40%. അങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഇൻറ്റു വെയിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വെയ്റ്റഡ് ആവറേജ് അതെല്ലാതും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടി. ദിസ് ഈസ് എത്രയാണ്, ബുക്ക് വാല്യൂ വെച്ചിട്ടാണ് 16.05. അടുത്തതാണ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നോക്കുമ്പോൾ ഓക്കെ, മാർക്കറ്റ് വാല്യൂ നമുക്ക് അതും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, പ്രിഫറൻസ് ഷെയർസ് 1,75,000, ഇക്വിറ്റി ഷെയർസ് 14 lakh. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റീറ്റെയിൻഡ് ഏർണിംഗ്, ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് റീറ്റെയിൻഡ് ഏർണിങ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 3:2 എന്ന റേഷ്യോയിലാണ് ഇക്വിറ്റിയും റീറ്റെയിൻഡ് ഏർണിങ്സും ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 14നെ നമ്മൾ 3:2 എന്ന റേഷ്യോയിൽ മാർക്കറ്റ് വാല്യൂ ആക്കണം. ഓക്കെ, അപ്പോൾ 3:2 എന്ന് പറയുമ്പോൾ 14 lakh ഇൻറ്റു 3/2 അല്ല ഇൻറ്റു 3/5, അതേപോലെ തന്നെ ഇൻറ്റു 2/5. 2/5 ആണ് എന്ത്, റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഈ 14 lakhനെ ഇൻറ്റു 3/5 അതാണ് എന്ത്, ഇക്വിറ്റി ഷെയർസ്, ദാറ്റ് ഈസ് 8,40,000. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2/5, ദാറ്റ് ഈസ് 14 lakh ഇൻറ്റു 2/5, ദാറ്റ് ഈസ് 5,60,000. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ കിട്ടിയല്ലോ. ഇനി ഡെറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് തന്നെ എഴുതുക. സ്പെസിഫിക് കോസ്റ്റും തന്നിട്ടുണ്ട്. വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, 16,95,000. അപ്പോൾ ഓരോന്നും ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് കിട്ടും. എന്നിട്ട് കോസ്റ്റ് ഇൻറ്റു വെയിറ്റ്, അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ആൻഡ് ഹിയർ നമ്മൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, കോസ്റ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഒന്നുമില്ല, 0 എന്ന് തന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് തരുന്നത് അവർക്ക് അതിൽ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബുക്ക് വാല്യൂ ഏത് റേഷ്യോയിലാണ്, അതേ റേഷ്യോയിൽ തന്നെ മാർക്കറ്റ് വാല്യൂ അവർ ഇക്വിറ്റി ഷെയർസും റീറ്റെയിൻഡ് ഏർണിങ്സും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, എന്ന് പറയുന്നത് ഇതും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുള്ള ഒരു സെയിം പ്രോബ്ലം തന്നെയാണ്. ഇവിടെയും നിങ്ങൾ അതേപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO കാണുക കേട്ടോ. ഇത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് ബുക്ക് വാല്യൂ വെച്ചിട്ട് അതേപോലെ ആവറേജ് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം പ്രോബ്ലം തന്നെ, കഴിഞ്ഞ അതേ സെയിം പ്രോബ്ലമാണ്
ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഇക്വിറ്റി ഷെയർസ് കമ്പനി കോട്ട് ചെയ്യുന്നത് ₹102 ആൻഡ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 9 per ഷെയർ ആണ് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കാനായിട്ട്. ഇപ്പോൾ കമ്പനി രജിസ്റ്റേർഡ് ഡിവിഡൻഡ് കമ്പനി ഗ്രോത്ത് റേറ്റ് ഓഫ് 5%. 5% ആണ്, അതാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 50% ആണ്. കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഓരോന്നിൻ്റെയും എഴുതി വെക്കുക. ഓരോന്നിൻ്റെയും വെയ്റ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യത്തെ 6 lakh 3 lakh എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ എത്രയാണ്? 15 lakh ആണല്ലേ. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 15 lakh ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും വെയ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? കോസ്റ്റ് നമ്മൾ തന്നിട്ടില്ല അല്ലേ. കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇവിടെ നമ്മളാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി D/MP ഇൻറ്റു 100. ഇവിടെ ഗ്രോത്ത് റേറ്റും കൂടി തന്ന കാരണം കൊണ്ട് പ്ലസ് G. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ് ഡിവിഡൻഡ് അവർ കൊടുക്കുന്ന ഡിവിഡൻഡ് എന്താണ്? 9 ആണ് അല്ലേ. 9 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 102 ആണ് ഇൻറ്റു 100 പ്ലസ് G. ഗ്രോത്ത് റേറ്റ് ഈസ് 5%. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ് കിട്ടി നമുക്ക് അല്ലേ, 13.82 എന്നുള്ളത് കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? 10% ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, 10% ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ I ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100 അല്ലേ. ഇവിടെ ഇറഡീമബിൾ ആണ് ഡെറ്റ് അല്ലേ. ഇവിടെ 10% ഡിബെഞ്ചേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത് റിഡീം ചെയ്യണം എന്ന് പറയുന്നില്ല അല്ലേ. അപ്പോൾ ഇറഡീമബിൾ ഡെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫോർമുല? I/NP ഇൻറ്റു D/NP ഇൻറ്റു 100 അല്ലേ. D/NP ഇൻറ്റു 100. ഇവിടെ ആഫ്റ്റർ ടാക്സ് ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. സോ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ I ഇൻറ്റു 1 - T/NP ഇൻറ്റു 100 അല്ലേ. ഇവിടെ പക്ഷേ ഇഷ്യൂ പ്രൈസ് ഒന്നും തന്നെ പറയുന്നില്ല അല്ലേ. 3 lakh ഡിബെഞ്ചേഴ്സ് എന്നേ പറയുന്നുള്ളൂ. ഡിബെഞ്ചേഴ്സ് 3 lakh എന്നേ പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ I ഇൻറ്റു 1 - T. ടാക്സ് റേറ്റ് എത്രയാണ്? ടാക്സ് റേറ്റ് is 50%. So I into 1 - T. അപ്പോൾ ഇൻട്രസ്റ്റ് ഈസ് 10% അല്ലേ. 10% ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ 10% ഇൻറ്റു 1 - 50%. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5% ഇസ് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോസ്റ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇസ് ഗിവൺ ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് കമ്പനീസ് ഇക്വിറ്റി ഷെയർ ഇസ് ₹20. It is expected that company will pay current dividend of ₹2 per share, which will grow at 7% forever. The tax rate is 50%. You are required to compute the weighted average cost of capital based on the existing capital structure.
ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? The new weighted average cost of capital if the company raises an additional 20 lakh debt. അപ്പോൾ ആദ്യത്തെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. അതുകൂടാതെ അഡീഷണൽ 20 lakh റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ വിൽ ബി ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട് expected dividend is ₹3 and leave the growth rate unchanged, but the price of share will fall to ₹15 per share. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുക. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ വെച്ച് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40 lakh, പ്രിഫറൻസ് 10 lakh ആൻഡ് ഡിബഞ്ചേഴ്സ് 30 lakh ഇൻറ്റു അവരുടെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? കോസ്റ്റ് നമ്മൾ തന്നിട്ടില്ല. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. KE = D/MP ഇൻറ്റു 100 + G. D is given to by MP. Market price is given as 20, അല്ലേ? D/MP into 100. So market price it is given here. Market price is ₹20. It is given in the question. So 2/20 plus 7% is the growth rate. So 0.07 equal to 17% എന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടി. അപ്പോൾ നമ്മൾ ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. നമ്മൾ 40 lakh എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അല്ല, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? വെയിറ്റ് ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. ഇഫ് അഡീഷണൽ 20 lakh ഇൻ റേസിങ് ഇഫ് യു ആർ ചേഞ്ചിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40 lakh, അതിൻ്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കാണണം നമുക്ക്, അല്ലേ? അപ്പോൾ 40 lakh കോസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 17% ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 17%, ഇനി പ്രിഫറൻസ് ക്യാപിറ്റൽ 6% ആൻഡ് ഡിബഞ്ചേഴ്സ് 4% ആൻഡ് എക്സ്ട്രാ ഒരു ഡിബഞ്ചർ കൂടി നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്, അല്ലേ? %10 ഡിബഞ്ചേഴ്സ് നമ്മൾ റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇത് കൂടി കാണണം നമ്മൾ. അപ്പോൾ അത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ആ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8% ഡിബഞ്ചേഴ്സ് കൂടാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 20 lakh ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 10% ഡിബഞ്ചേഴ്സാണത്. അപ്പോൾ 10% നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ് നമ്മൾ 5% കുറയ്ക്കുന്നു.
സോ ദ കോസ്റ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് D/MP × 100 + G. ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ₹3 ആണ്. 3 മാർക്കറ്റ് പ്രൈസ് 15 ആയിട്ട് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3/15 + G, ഗ്രോത്ത് റേറ്റ് 7%. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇപ്പോഴത്തെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ആദ്യത്തെ കോസ്റ്റ് എന്താണ്? 17% ആണ്. പക്ഷേ ഇപ്പോൾ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യത്തെ എടുക്കാൻ പറ്റില്ല. KE നമ്മൾ എന്ത് ചെയ്യുന്നു? 27% എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പിന്നെ 10% ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? I × 1 - T. അപ്പോൾ I എന്ന് പറയുന്നത് 10% ആണ്. × 1 - T 5% ആണ്. സോ ദ ഡെറ്റേഴ്സ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് എത്രയായി മാറും? 5% ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും കോസ്റ്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വെയിറ്റ് എങ്ങനെയാണ്? 40 + 10 50 + 30 80 + 20 എത്രയാണ്? 1 crore ആണ് എന്ത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓരോന്നിൻ്റെയും വെയിറ്റ് കാണാം. 40%, 10%, 30% ആൻഡ് 20% ഇസ് ദ വെയിറ്റ്. സോ നമ്മൾ അതായിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഇഫ് ഇൻ ബി, ഇപ്പം ഈ കേസിൽ എന്ന് വെച്ചാൽ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്തപ്പോൾ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസസ് ടു 10%. അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്തപ്പോൾ ഗ്രോത്ത് റേറ്റ് 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഗ്രോത്ത് റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ KE എന്താവും? മാറും അല്ലേ? D/MP + G എന്നുള്ളത് നമ്മളവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? 10% ആയിട്ട് അവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി D/MP + G എന്നുള്ളത് ഇവിടെ 10% ആക്കുന്നു. അപ്പോൾ 3/15 + 10%, അപ്പോൾ നമുക്ക് 30% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് കിട്ടുന്നു. അപ്പോൾ ബാക്കിയൊക്കെ സെയിം തന്നെ. നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നു. അതിൽ ഇക്വിറ്റി ഷെയർസിൻ്റെത് എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോസ്റ്റ് 40 lakh, ഇവിടെ 27 ആയിരുന്നില്ലേ? അതെന്തായി മാറി? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 30% ആയിട്ട് മാറി. കാരണം എന്താ? ഗ്രോത്ത് റേറ്റ് ചേഞ്ച് വന്നു. ഓക്കെ, പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 6%, 8% ഡിബഞ്ചേഴ്സ് 4%, ആൻഡ് 10% ഡിബഞ്ചേഴ്സ് 5%. എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക? തനിയെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.